മഹത്വമുണ്ടാകട്ടെ. ഞാനിന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ധൂർത്തപുത്രന്റെ കഥയാണ്. പിതാവേ, ഞാൻ ദൂരദേശത്തേക്ക് പോകുന്നു. എനിക്ക് അവകാശമായ ഓഹരി അങ്ങ് തരിക. മോനെ, നിനക്കിവിടെ താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളുമുണ്ട്. പിന്നെ നീ എന്തിനാണ് ദൂരദേശത്തേക്ക് പോകുന്നത്? അതൊന്നും പറ്റില്ല. എനിക്ക് സുഖിച്ച് ജീവിക്കണം. അതിനിവിടാൻ പറ്റില്ല മോനെ. അത് ഇതാ മകനെ. എനിക്ക് അവകാശമായ സ്വത്തും പണം. വരുവീൻ കൂട്ടുകാരെ, വരുവീൻ. എനിക്ക് അവകാശമായ സ്വത്തും പണവും കിട്ടി. നമുക്ക് ആഘോഷിക്കാം. ദാ നീ എടുത്തോ, ദാ നീ എടുത്തോ, ദാ നീയും എടുത്തോ. എനിക്ക് അവകാശമായ സ്വത്തും പണവും. ഞാൻ കുടിക്കും, ഞാൻ കഴിക്കും. ആർക്കും എന്നെ തോൽപ്പിക്കാൻ സാധിക്കില്ല. അയ്യോ, എന്റെ സ്വത്തും പണം. അയ്യോ, എല്ലാം പോയി, എല്ലാം പോയി. അയ്യോ, എനിക്ക് വിശക്കുന്നു. ആരും എനിക്ക് ഭക്ഷണം തരുവീൻ, ആരും എനിക്ക് ഭക്ഷണം തരുവീൻ, ആരും എനിക്ക് ഭക്ഷണം തരുവീൻ. ഭക്ഷണമൊന്നുമില്ല. പൊക്കോളൂ, പൊക്കോളൂ. ഭക്ഷണം വേണ്ട, ജോലിയെങ്കിലും തരുവീൻ. പന്നി വെക്കുന്ന ജോലിയുണ്ട്, അത് മതിയോ? അത് മതി. പന്നിക്ക് കൊടുക്കുന്ന തവിട് പോലും കിട്ടിയില്ല. എന്റെ പിതാവിന്റെ അടുത്ത് എത്രയോ ദാസന്മാർ അവിടെ സുഖിച്ച് ജീവിക്കുന്നു. ഞാൻ എന്റെ പിതാവിന്റെ അടുക്കേ പോകുന്നു. ആരോ വരുന്നുണ്ടല്ലോ. ആരാ അത്? എന്റെ മകനെ. പിതാവേ, ഞാൻ സ്വർഗ്ഗത്തിനെതിരായും നിനക്കെതിരായും കുറ്റം ചെയ്തു. എന്നോട് ക്ഷമിക്കുവിൻ. അതിനാൽ അങ്ങയുടെ ദാസനോർത്തിനായി എന്നെ കരുതുവീൻ. ദാസ, ഇവിടെ വരൂ. എന്റെ മകന് കാലിൽ ചെരുപ്പും വില കൂടിയ വസ്ത്രങ്ങളും കയ്യിൽ മോതിരങ്ങളും അണിക്കൂ. വരൂ മകനെ. അവിടെ എന്തോ ഒച്ചയും ബഹളവും ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ. വേലക്കാരാ, ഇവിടെ വരൂ. അവിടെ എന്താണ് ശബ്ദമൊക്കെ? അങ്ങ് അറിഞ്ഞില്ലേ? അങ്ങയുടെ ഇളയ സഹോദരൻ വന്നിരിക്കുന്നു. അത് ഞാൻ കൊഴുത്ത കാളക്കുട്ടിയെ അറുത്ത് ആഘോഷിക്കുന്നു. കൊഴുത്ത കാളക്കുട്ടിയോ? മകനെ, നീ അറിഞ്ഞില്ലേ? നിന്റെ ഇളയ സഹോദരൻ വന്നിരിക്കുന്നു. പിതാവേ, ഇത്രയും നാളും ഞാൻ അങ്ങയുടെ ദാസനോർത്തനായി കഴിഞ്ഞു. എന്നിട്ട് അങ്ങ് എനിക്കൊരു ആട്ടിൻകുട്ടിയെ പോലും തന്നില്ല. മകനെ, നീ എപ്പോഴും എന്റെ കൂടെ ഉണ്ട്. എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ്. അവൻ ക്ഷീണിതനായി വന്നിരിക്കുന്നു. വരൂ മകനെ. തെറ്റിൽ പോയവർക്ക് തിരിച്ചു വരാൻ ധൂർത്തപുത്രന്റെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പാഠമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.